അനയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. HSC സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം ഉടനടി പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നേരത്തെയുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രാപ്തി കാണാനും നല്ലൊരു ജോലി നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുവാനും സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതിനായി നിങ്ങളെ സഹായിക്കുന്നതിനായി ഉള്ള നോട്ട്സുകളും ക്ലാസ്സുകളുമാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിലെ ചരിത്ര വിഭാഗത്തിൽ നിന്നുമുള്ള ചില ടോപ്പിക്കുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനവികതയാണ് അതിനകത്തെ ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ. അറിവിൻ്റെ നീരസം നന്മയുടെ നീരസമാണ് എന്ന് പറഞ്ഞതാര്? റോജർ ബേക്കൺ. ഇതേപോലെയുള്ള കൊട്ടേഷനുകളെല്ലാം നമ്മൾ വളരെയധികം നോട്ട് ചെയ്യണം. അറിവിൻ്റെ നീരസം നന്മയുടെ നീരസമാണ് എന്ന് പറഞ്ഞതാര്? റോജർ ബേക്കൺ. ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം BC 12 മുതൽ BCE 4 വരെ. BCE 12 മുതൽ BC 4 വരെയാണ് ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്നത്. എന്നാൽ റോമൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 7 മുതൽ BC 5 വരെയാണ്. BC 7 മുതൽ BC 5 വരെയാണ് റോമൻ സംസ്കാരം നിലനിന്നിരുന്നത്. 14ാം നൂറ്റാണ്ടിൽ ലോകത്തുണ്ടായ മാറ്റങ്ങൾ പ്രധാനമായിട്ടും മാനവികത, അതായത് മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മനുഷ്യർക്ക് മൂല്യങ്ങൾക്കും കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിച്ചു. മതേതര മൂല്യങ്ങളുടെ വ്യാപനം, നഗര ജീവിതത്തിൻ്റെ വളർച്ച, പണ അധിഷ്ഠിത സമ്പദ്ഘടന, കച്ചവട പുരോഗതി, പ്രാദേശിക ഭാഷ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, കലാശാസ്ത്ര രംഗത്തെ മാറ്റങ്ങൾ ഏതെല്ലാമാണ്? മാനവികത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, നഗരജീവിതത്തിൻ്റെ വളർച്ച, പണ അധിഷ്ഠിത സമ്പദ്ഘടന, കച്ചവട പുരോഗതി, പ്രാദേശിക ഭാഷ വളർച്ച, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, കലാശാസ്ത്ര രംഗത്തെ മാറ്റങ്ങൾ. ഇറ്റലിയിലാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യൂറോപ്പിലെ ഇറ്റലിയിലാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ മാറ്റത്തിന് നമ്മൾ നവോത്ഥാനം എന്നാണ് പറയുന്നത്. പഴയകാല കൺസെപ്റ്റിൽ നിന്ന് പുതിയ കാലത്തിലേക്കുള്ള ആ മാറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നു? നവോത്ഥാനം. അതിൻ്റെ അർത്ഥം പുനർജനി എന്നാണ്. നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? പുനർജനി. അപ്പോൾ യൂറോപ്പിൽ ഇറ്റലിയിലാണ് ഇത്തരം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. ആ മാറ്റത്തിന് നമ്മൾ ഒന്നായി പറയുന്ന പേരാണ് എന്ത്? നവോത്ഥാനം. ഈ നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? പുനർജനി. എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു സ്ഥാപനത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഈ ഇറ്റലിയിൽ വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലാൻ, പാർമ, നേപ്പിൾസ്. ഇറ്റലിയിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ഫ്ലോറൻസ്, മിലാൻ, പാർമ, നേപ്പിൾസ്. കുടുംബങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റലിയിൽ പുതിയ പുതിയ വലിയ കുടുംബങ്ങളൊക്കെ വന്നു. മെഡിച്ചി, ഓർസീനി, വിസ്കൊന്തി, സെഫാർസ. മെഡിച്ചി, ഓർസീനി, വിസ്കൊന്തി, സെഫാർസ. കുരിശുയുദ്ധം. ജെറുസലേമിന് വേണ്ടിയിട്ട് ഇസ്ലാമും ക്രൈസ്തവരും 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ നടത്തിയ യുദ്ധമാണ് കുരിശുയുദ്ധം. ജെറുസലേം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമരും ക്രൈസ്തവരും നടത്തിയ യുദ്ധമാണ്. അതിൻ്റെ കാലഘട്ടമാണ് ഒന്ന് നോക്കേണ്ടത്. 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാണ്? പ്ലേഗ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഡിസീസ് പ്ലേഗ്. ഈ മാനവികത അല്ലെങ്കിൽ ഈ പുതിയ മാറ്റങ്ങൾക്ക് കാരണം ഈ പ്ലേഗിൻ്റെ വ്യാപനമാണ്. ഈ പ്ലേഗിൻ്റെ വ്യാപനം കാരണം ഒരുപാട് പേർ മരണപ്പെട്ടു. അപ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകളും അതിനുള്ള ചർച്ചകളും എല്ലാം നടന്ന് അത് മാനവികത അല്ലെങ്കിൽ ഈ പുതിയ മാറ്റങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചു. യൂറോപ്പ് അല്ല നവോത്ഥാനത്തിൻ്റെ ഉറവിടം എന്ന് വാദിച്ച ഗ്രന്ഥങ്ങൾ. എന്നാൽ യൂറോപ്പ് അല്ല യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ ഉറവിടം എന്ന് ചിലവർ വാദിച്ചു. അവരാണ് ജോർജ് ജെയിംസും മാർട്ടിൻ ബെർണലും. ആരൊക്കെയാണ്? ജോർജ് ജെയിംസും മാർട്ടിൻ ബെർണലും എന്ത് പറഞ്ഞു? യൂറോപ്പ് അല്ല നവോത്ഥാനത്തിൻ്റെ ഉറവിടം. പിന്നെ അപ്പോൾ അത് വാദിച്ച ഗ്രന്ഥങ്ങളാണ് സ്റ്റോളൻ ലെഗസി. ആരുടെയാണ്? ജോർജ് ജെയിംസ്. സ്റ്റോളൻ ലെഗസി, അത് ഓർത്തിരുന്നോളം. ജോർജ് ജെയിംസ്. ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ. ആരുടെയാണ്? മാർട്ടിൻ ബെർണൽ. ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ. മാർട്ടിൻ ബെർണൽ. അപ്പോൾ ഈ മാർട്ടിൻ ബെർണാലും ജോർജ് ജെയിംസ് എന്ത് പറഞ്ഞു? യൂറോപ്പല്ല നവോത്ഥാനത്തിൻ്റെ ഗ്രന്ഥങ്ങളെന്ന്. അങ്ങനെ സ്റ്റോളൻ ലെഗസിയിലൂടെ ജോർജ് ജെയിംസും ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷനിലൂടെ മാർട്ടിൻ ബെർണാലും അത്തരം വാദങ്ങൾ തുടർന്നു.
കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് എന്ത്? കോൺസ്റ്റന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റന്റിനോപ്പിൾ. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഒരു ദൈവീകപരമായ തത്വചിന്തയാണ് സ്കോളാറ്റിസം. മധ്യകാലത്ത് നിലനിന്നിരുന്ന ദൈവീകപരമായ തത്വചിന്തയുടെ പേരാണ് സ്കോളാറ്റിസം. നവോത്ഥാന കലയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിരുന്നു ഇറ്റലിയിലെ ഫ്ലോറൻസ്. നവോത്ഥാന കലയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിരുന്നു ഇറ്റലിയിലെ ഫ്ലോറൻസ്. ഓക്കെ, മധ്യകാല ചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളുടെ സവിശേഷതകൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂദൃശ്യങ്ങൾ, ഭൂമിയിലെ നാച്ചുറൽ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശം, വർണ്ണങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രകാശം, അകലം ചിത്രീകരിക്കൽ, ഛായാചിത്രം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. എന്തൊക്കെയായിരുന്നു? ഭൂദൃശ്യങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ടുള്ള പ്രകാശം, അകലം ചിത്രീകരിക്കൽ, ഛായാചിത്രം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ആഗണി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രം വരച്ചതാരാണ്? ജിയോവന്നി ബെല്ലിനി. ആഗണി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രം വരച്ചത് ജിയോവന്നി ബെല്ലിനി. ജിയോവന്നി ബെല്ലിനി. ആഗണി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന ചിത്രം വരച്ചത് ജിയോവന്നി ബെല്ലിനി. എന്താണ് അതിനകത്ത് പ്രതിപാദ്യം? ഒലിവുമലയിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഒലിവുമലയിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും അവിടെ സൈനികർ വന്ന് അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിക്കുന്നതുമാണ് ആഗണി ഇൻ ദ ഗാർഡനിലൂടെ ജിയോവന്നി ബെല്ലിനി ചിത്രീകരിച്ചത്. ഓക്കെ, ഇരട്ട എണ്ണച്ചായ ചിത്രവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക് ഡാമോണ്ട ഫെൽട്രോ ബാറ്റിസ്റ്റ സ്പോർസ. ഇതാണ് ഇരട്ട എണ്ണച്ചായ ചിത്രം. പിയാച്ചോ ഡെല്ലെ വരച്ച ഒരു എണ്ണ ഛായാചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക് ഡാമോണ്ട ഫെൽട്രോ ബാറ്റിസ്റ്റ സ്പോർസ. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക് ഡാമോണ്ട ഫെൽട്രോ ബാറ്റിസ്റ്റ സ്പോർസ, പിയാച്ചോ ഡെല്ലെ ഫ്രാൻസിസ്ക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇരട്ട എണ്ണ ഛായാചിത്രം ഏതെങ്കിലും പേരുകളൊന്ന് നോട്ട് ചെയ്യാം, ഒന്നുകൂടി ഞാൻ പറയാം. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക് ഡാമോണ്ടെ, ഡിപ്റ്റിക് ഓഫ് ഫെഡറിക് ഡാമോണ്ടെ, ഫെൽട്രോ ബാറ്റിസ്റ്റ സ്പോർസ. ആരാണ് ഈ ഇരട്ട എണ്ണ ഛായാചിത്രം വരച്ചത്? പിയാച്ചോ ഡെല്ല ഫ്രാൻസിസ്ക. ഇനി അടുത്തത് മസാച്ചിയുടെ ചിത്രങ്ങൾ. വൃത്താകാരത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയും ദൈനംദിന മനുഷ്യജീവിതത്തെ കാണിക്കുന്നതുമായിരുന്നു. മസാച്ചിയുടെ ചിത്രങ്ങളിൽ പ്രത്യേകത എന്താണ്? വൃത്താകാരത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയും ദൈനംദിന മനുഷ്യജീവിതത്തെ പ്രതിപാദിക്കുന്നതുമായിരുന്നു. ഓക്കെ, അടുത്തത് മോണോലിസ, അന്ത്യ അത്താഴം എന്നിവ ആരുടെയാണ്? ലിയോഡോ ഡാവിഞ്ചി. മോണോലിസയും അന്ത്യ അത്താഴവും ആരുടെയാണ്? ലിയോഡോ ഡാവിഞ്ചി. അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ. അന്ത്യവിധി ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ. ഡൊണാട്ടെല്ലോ ഒരു ശില്പകല വിദഗ്ധനാണ് ഡൊണാട്ടെല്ലോ. അദ്ദേഹമാണ് ദാവീദ് ഗത്തമലാത്ത, കുതിരപ്പുറത്തെ യോദ്ധാവിനെയാണ് ഗത്തമലാത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ശില്പകല ആരാണ് തയ്യാറാക്കിയത്? ദാവീദ് എന്ന ശില്പകല, ദാവീദിൻ്റെ രൂപവും. പിന്നെ ഗത്തമലാത്ത എന്ന് പറയുന്നത് കുതിരപ്പുറത്തെ ഒരു യോദ്ധാവിൻ്റെ പടമാണ്. അത് തയ്യാറാക്കിയത് ആരാണ്? ഡൊണാട്ടെല്ലോ ഗത്തമലാത്തയും ദാവീദും. അടുത്തത് മൈക്കൽ ആഞ്ചലോയും ഒരു ശില്പം തയ്യാറാക്കി, പിയത്ത. മൈക്കൽ ആഞ്ചലോയുടെ ഒരു ശില്പമാണ് പിയത്ത. മൈക്കൽ ആഞ്ചലോയുടെ ശില്പത്തിൻ്റെ പേരാണ് പിയത്ത. മേരിയുടെ മടിയിൽ ക്രിസ്തുവിനെ കിടത്തിയിരിക്കുന്നതാണ് അതിൻ്റെ പ്രതിപാദ്യം. എന്താണ്? മേരിയുടെ മടിയിൽ ക്രിസ്തുവിനെ കിടത്തിയിരിക്കുന്നതാണ് പിയത്ത. ആരുടെ ശില്പമാണ്? മൈക്കൽ ആഞ്ചലോ. അടുത്തത് വാസ്തുവിദ്യ. ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയിൽ ഫിലിപ്പോ ബ്രൂണോലസ്കി യാണ് താഴിക കുടങ്ങളായിട്ടുള്ള, അതായത് ഈ പള്ളികളും മറ്റും ഇതും താഴിക കുടങ്ങൾ, ഡ്യൂമോ കെട്ടിടങ്ങൾ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പോ ബ്രൂണോലസ്കി. താഴിക കുടങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗ്രീക്ക് റോമൻ ശൈലി കെട്ടിടങ്ങളിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പ് ബ്രൂണോലസ്കി. താഴിക കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഡ്യൂമോ കെട്ടിടങ്ങൾ എന്ന് പറയും. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മൈക്കൽ ആഞ്ചലോയും ബ്രഹ്മാന്തയും ഈ രീതിയിലാണ് പണിതേക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വാസ്തുവിദ്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് മൈക്കൽ ആഞ്ചലോയും ബ്രഹ്മാന്തയും. ഇനി ഗോതിക് ശൈലിയുടെ പ്രത്യേകതകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോതിക് ശൈലി
ഫ്രാൻസിൽ ഉദയം കൊണ്ടു. ഗോതിക് ശൈലി എവിടെയാണ് ഉദയം കൊണ്ടത്? ഫ്രാൻസിൽ ഉദയം കൊണ്ടു. ഗോതിക് ശൈലി ഫ്രാൻസിൽ ഉദയം കൊണ്ടു. യൂറോപ്പിലാണ് പക്ഷെ വികസിച്ചത്. മുനയുള്ള കമാനങ്ങളാണ് അതിൻ്റെ പ്രത്യേകത. ഗോതിക് ശൈലിയുടെ 3 പ്രത്യേകതകൾ: ഫ്രാൻസിൽ ഉദയം കൊണ്ടു, യൂറോപ്പിൽ വികസനം, മുനയുള്ള കമാനങ്ങൾ. ഇതെല്ലാമാണ് അവിടുത്തെ പ്രത്യേകതകൾ. അടുത്തത് നവോത്ഥാനത്തിൽ സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങൾ. നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നക്ഷത്രങ്ങളല്ല, നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞത് ജൂലിയസ് സീസറിലെ ഒരു വലിയ കൊട്ടേഷനാണ്. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിലെ ഒരു വലിയ കൊട്ടേഷനാണ്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ് എന്ന് ജൂലിയസ് സീസറിലെ ഷേക്സ്പിയറിൻ്റെ ഒരു കൊട്ടേഷനാണ്. ഡിവൈൻ കോമഡി എന്ന സാഹിത്യം ദാന്തെയുടെയാണ്. ഡിവൈൻ കോമഡി ദാന്തെ. നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം എന്നിവയിലൂടെയുള്ളൊരു യാത്ര, മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ഡിവൈൻ കോമഡിയിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തെല്ലാമാണ്? നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം എന്നിവയോടുള്ള സാങ്കല്പിക യാത്ര, മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയാണ് എല്ലാം പ്രതിപാദ്യ വിഷയം. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. പെട്രാർക്ക്. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ആരുടെയാണ്? പെട്രാർക്ക്. ഡക്കാമറൻ ആരുടെയാണ്? ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ. നിക്കോളോ മാക്കിവെല്ലിയുടെയാണ് ദ പ്രിൻസ്. ഭരണരംഗത്തെ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ദ പ്രിൻസ്. പൊളിറ്റിക്കൽ, രാഷ്ട്രീയം. നിക്കോളോ മാക്കിവെല്ലിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ദ പ്രിൻസ്. ആ കാലഘട്ടത്തിലെ ഒരു സാഹിത്യകാരിയാണ് കസാൻഡ്ര ഫെഡലെ. നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു ലേഡി സാഹിത്യകാരിയാണ്. ആരാധന കസാൻഡ്ര ഫെഡലെ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാഹിത്യകാരിയാണ് കസാൻഡ്ര ഫെഡലെ. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനവും സ്ത്രീകളുടെ ഉന്നമനവുമാണ് അവർ ലക്ഷ്യം വെച്ചത്. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസിൻ്റെ ഗ്രന്ഥമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ജെഫ്രി ചോസർ കാൻബറി കഥകൾ. തോമസ് മോർ ഉട്ടോപ്പിയ. സെർവാന്തെ ഡോൺ കീഹോട്ട്. റാബെല്ലയ ഗാർഗൻ്റെയും പാൻഗ്രൂലും. ഗാർഗൻഡോവയും പാൻഗ്രൂലും. റാബെല്ലയ. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ സാഹിത്യകാരിൽ ഇറാസ്മസ് പ്രൈസ് ഓഫ് ഫോളി, ജെഫ്രി ചോസർ കാൻബറി കഥകൾ, തോമസ് മോർ ഉട്ടോപ്പിയ, സെർവാന്തെ ഡോൺ കീഹോട്ട്, റാബെല്ലയ ഗാർഗൻഡോവയും പാൻഗ്രൂലും. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബിഫോർ 5-ാം നൂറ്റാണ്ടിന് മുമ്പ് നിന്നിരുന്ന കാലഘട്ടമാണ് പ്രാചീനകാലം. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ മധ്യകാലവും 15-ാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലവുമാണ് തിരിച്ചിട്ടുണ്ട്. രാജ്യത്തെ സംഭവങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാണ് ദിനവൃത്താന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പറയുന്നതാണ് ദിനവൃത്താന്തം. ഗലീലിയോയുടെ ജീവിതം എന്ന കൃതി രചിച്ചതാണ് ബെർത്തോൾട്ട് ബ്രെക്റ്റ്. ബെർത്തോൾട്ട് ബ്രെക്റ്റ്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന മതനവീകരണ പ്രസ്ഥാനം തുടക്കം കുറിക്കാൻ കാരണം എന്താണ്? 1517 മാർട്ടിൻ ലൂതറിൻ്റെ 95 പ്രബന്ധങ്ങൾ, ലാറ്റിൻ ഭാഷയിൽ രചിച്ച 95 പ്രബന്ധങ്ങളാണ്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണം എന്താണ്? 1517 മാർട്ടിൻ ലൂതറിൻ്റെ 95 പ്രബന്ധങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചത്. അപ്പോൾ എന്താണ് ഇതിന് കാരണമായത്? പാപവിമോചന പത്രത്തിനെതിരെ നമ്മൾ പണം നൽകിയാൽ പാപം വിമോചിക്കപ്പെടുമെന്നൊരു കോൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ നിന്നിരുന്നു. ഇതിനെതിരെയായിട്ടാണ് മാർട്ടിൻ ലൂതർ 95 പ്രബന്ധങ്ങൾ രചിച്ചത്. അപ്പോൾ ഇനി അടുത്തത് വിൻഡൻബർഗ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ജർമ്മനിയിൽ. സ്വിറ്റ്സർലൻഡിലെ മതനവീകരണ പ്രസ്ഥാനം തുടക്കം കുറിച്ച വ്യക്തികളാണ് സിഗ്ലിയും ജോൺ കാൽവിൻ എന്നുണ്ട് കേട്ടോ. ജോൺ കാൽവിൻ. ഓക്കെ. സ്വിറ്റ്സർലൻഡിലെ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാണ് സിഗ്ലിയും ജോൺ കാൽവിനും. ഇംഗ്ലണ്ടിൽ ആരാണ്? ഹെൻറി എയ്റ്റ്. ഓക്കെ. ഇനി അടുത്തത് പ്രതിമത നവീകരണം. അപ്പോൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും എല്ലാം നിലനിന്നിരുന്നു. അതിനെതിരെ മതനവീകരണ പ്രസ്ഥാനം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഇറ്റലിയിലൊരു പ്രതിമത നവീകരണ പ്രസ്ഥാനം തുടങ്ങി. അതിന് വേണ്ടിയിട്ട് സുനഹദോസ് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വന്ന പ്രസ്ഥാനമാണ് പ്രതിമത നവീകരണം. പിന്നെ മതവിചാരണ കോടതി സ്ഥാപിച്ചു. ആ
ആ പ്രതിമത നവീകരണത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം ഒരു സ്ഥാപിച്ചു സൊസൈറ്റി ഓഫ് ജീസസ്. പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ 10ാം ക്ലാസ്സിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. പ്രധാനമായിട്ടും നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രങ്ങൾ, അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ, സാഹിത്യങ്ങൾ, ആ കാലഘട്ടത്തിലെ മതനവീകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയെല്ലാം തുടക്കം കുറിച്ചു, വാസ്തുവിദ്യയിലെ ഗോതിക് ശൈലി, മറ്റു താഴികക്കുടങ്ങളുടെ ശൈലി, ഇതെല്ലാം വന്ന മാറ്റങ്ങൾ, ആരെല്ലാമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നതെല്ലാമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലെയും 8, 9, 10 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസും നിങ്ങൾക്ക് ഉടനടി ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി നോട്ട്സ് കുറിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.